എല്ലാവർക്കും കോമ്പറ്റീഷൻ ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഇമേജ് മത്സരങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇമേജാണ്. കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ത്രീരൂപം തലയിൽ ചുമടുമായി പോകുന്നതാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചത് അവരുടെ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് തലയിൽ ഗ്രാസാണ്. ഈ ഗ്രാസ് നമുക്ക് മാറ്റി അവരുടെ പ്രോപ്പർട്ടി മാറ്റി നമുക്ക് പലതരത്തിലുള്ള പ്രോപ്പർട്ടികൾ ആഡ് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളുടെ മാറ്റം അനുസരിച്ച്, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ വയലിൽ പണിയെടുക്കുന്നൊരു സ്ത്രീയാണെങ്കിൽ അവരുടെ ചുമട്ടിൽ അവരുടെ തലയിൽ നമുക്ക് എന്ത് ചെയ്യാം, കറ്റ കൊടുക്കാം. ഇനി അത് മറ്റൊരു സ്ഥലത്താണ്, അതായത് ചന്തയിലാണെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ തലയിൽ കലം വിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാം. ഒരു മുല്ലപ്പൂ വിൽക്കുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് പ്രോപ്പർട്ടി മാറ്റിയും ആളെ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ മത്സരങ്ങൾക്ക് കുട്ടികൾ ചെയ്തു പോകുന്ന രീതി. അപ്പോൾ ഒരുപാട് ഇമേജുകൾ പഠിച്ചു വെക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഇമേജുകൾ പഠിച്ചു വെച്ചതിന് ശേഷം ആ ഇമേജുകൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള സബ്ജക്റ്റിനനുസരിച്ച് നമുക്കത് കൃത്യമായി പ്ലേസ് ചെയ്യുമ്പോഴാണ് അത് വളരെ വേഗതയിൽ വളരെ പെട്ടെന്ന് തന്നെ മത്സരത്തിൻ്റെ സമയത്തിനുള്ളിൽ കൃത്യമായി തീർക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ആലോചിച്ച് കൂടുതൽ സമയം പോകുകയും നമ്മൾ മത്സരത്തിന് മറ്റുള്ളവരെക്കാൾ പിന്നിലാവുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നിലധികം ഇതുപോലുള്ള ഇമേജുകൾ, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, ഇങ്ങനെയൊക്കെ വെച്ച് വൃദ്ധർ, ഇതുപോലുള്ള ഇമേജുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് വെച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫസ്റ്റ് ഫിഗർ ഡ്രോയിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്കെച്ച് ചെയ്യുന്ന രീതികളും ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് കൃത്യമായും മനസ്സിലാക്കി വെക്കുക, വരച്ച് നോക്കുക. ഇപ്പോൾ ആദ്യം വരച്ചിട്ടുള്ളത് ബോഡിയുടെ ആക്ഷൻ വരച്ചു. അതിനുശേഷം അവരുടെ ഡ്രസ്സ്, ഏത് രീതിയിലുള്ള ഡ്രസ്സാണ് വേണ്ടത് എന്ന് നോക്കിയതിന് ശേഷം ആ രീതിയിലുള്ള അതിന് പറ്റുന്ന മാച്ചായിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ കൊടുത്തു. അപ്പം അവരുടെ കൈകൾ രണ്ടും മുകളിലേക്കാണ് വേണ്ടത്. അപ്പം ആ കൈകൾ മുകളിലേക്ക് വരയ്ക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് നോക്കി തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ ഒരു കൈ കുറച്ച് പിന്നോട്ടാണ്, ഒരു കൈ കുറച്ച് വലത്തെ കൈ കുറച്ച് മുന്നോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ ആ ഒരു കൈ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ആ ആർച്ച് നോക്കിയാൽ മതി. നമ്മളൊന്ന് ഇടത്തെ കൈക്ക് വരച്ചത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിന് തിരുത്തപ്പോൾ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അത് തിരിച്ച് നേരെ ഓപ്പോസിറ്റായിട്ട് ഫ്രണ്ടിലേക്ക് കിട്ടുന്ന വ്യൂവിലാണ് വരച്ചിട്ടുള്ളത്. അത് തിരിച്ചും മറിച്ചും വരയ്ക്കുമ്പോൾ തന്നെ കൈ ബാക്കോട്ടും മുന്നോട്ടും ആയിട്ടുള്ളതായിട്ട് തോന്നും. ഇപ്പോൾ ഫേസിൻ്റെ അളവ് ഒക്കെ വെക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ അളവുകളെല്ലാം പറഞ്ഞുകൊണ്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഹെയറിൻ്റെ ഭാഗം വരയ്ക്കുകയാണ്. സ്കെച്ച് നേരത്തെ വരച്ച ആ ഒരു ബേസിക് സ്കെച്ചിൻ്റെ അകത്തുനിന്ന് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് സ്കെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ ചെയ്യാം. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ച് വെച്ച് ഫാസ്റ്റാക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. നമുക്കത് വളരെ എളുപ്പമൊന്നുമല്ല. നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തിയും ആ ഒരു സമയം കണ്ടെത്തലിനാണ് നിങ്ങൾക്ക് മത്സരങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നതും സെക്കൻഡ് കിട്ടുന്നതൊക്കെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം മാറ്റി വെക്കുക തന്നെ വേണം.
എളുപ്പത്തിൽ വെറുതെ ഒന്നും സമ്മാനം ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പണി തന്നെ എടുക്കണം. അതിന് നിങ്ങൾ ആ പണി എടുക്കുന്നതിൽ കുറച്ച് സഹായിക്കുക മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് അടിക്കാനൊന്നും പറ്റില്ല, അല്ലെ സെക്കൻഡ് അടിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമ്പേജ് യെല്ലോ എടുത്തിട്ടുണ്ട്, അതുപോലെ സ്കാർലറ്റ് റെഡ്, ബേൺസീന, ക്രിംസൺ റെഡ്, പ്രഷ്യൻ ബ്ലൂ എന്നീ 5 കളറുകളാണ് നമ്മളെടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഗ്രീനും കൂടി ആഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ചിത്രം വരച്ച് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പം ആദ്യത്തെ ടോൺ, ഫസ്റ്റ് ടോൺ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടോണിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ടോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് കാണാം, എല്ലാ വീഡിയോയും കാണാം. ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇതിന് മുന്നേ 2 വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ പോയിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് ടോണ് വളരെ ലൈറ്റായിട്ടാണ് വാഷ് ചെയ്യുന്നത്. വെള്ളം ആവശ്യത്തിന് ബ്രഷിൽ വേണം. ഒരുപാട് വലിയ ബ്രഷുകൾ ഈ ഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട. നമ്മൾ വളരെ ചെറിയ ബ്രഷുകൾ ഉപയോഗിക്കാം, വളരെ ചെറുതാവരുത്, നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ബ്രഷ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഫേസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിങ്ങനെ ഹൈലൈറ്റുകൾ, പാച്ചുകൾ വിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഹൈലൈറ്റുകളാണ്, അതൊന്നും കളയരുത്. നമുക്ക് ചിത്രത്തിൻ്റെ ലാസ്റ്റ് അതിനെ 3 ഡയമെൻഷനിൽ ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള ഹൈലൈറ്റുകൾ അവിടെ കൃത്യമായി വെക്കുന്നത് കൊണ്ടാണ്. സ്കിൻ ടോണ് എല്ലാ ഭാഗത്തും സ്കിൻ ടോണിൻ്റെ ഫസ്റ്റ് ടോൺ എല്ലാ ഭാഗത്തും എത്തിക്കുകയാണ് ആദ്യം ചെയ്തത്. അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഡാർക്കിൽ അത് ലേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. ആ ഉണങ്ങിയ ഒരു കളറിലകത്തേക്ക് നമ്മളതിൻ്റെ തൊട്ടടുത്ത ടോൺ, സെക്കൻഡ് ടോണ് വെക്കാൻ പോവാണ്. അത് ഞാൻ കുറച്ച് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണാം. കണ്ണിൻ്റെ മൂക്കിൻ്റെയൊക്കെ അടിഭാഗത്താണ് ചെയ്യുന്നത്. ചുണ്ടിൻ്റെ ഹൈലൈറ്റ് അവിടെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അവിടെ റെഡ് കളറോ ഒന്നും കൊടുക്കുന്നില്ല. ഷേഡോ വെക്കുമ്പം തന്നെ അവന് അത് കണ്ണ് പൊങ്ങിയിട്ടാണ്, മൂക്ക് പൊങ്ങിയിട്ടാണ്, കണ്ണിന് കുഴിയുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി ആ പുല്ലിൻ്റെ മുകളിൽ നിന്നുള്ള അതിൻ്റെ കാസ്റ്റ് ഷേഡോ കയ്യിൻ്റെ മുകളിലേക്ക് തട്ടിയിട്ടുണ്ടാവും, അതൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഏരിയ കുറച്ച് ഡാർക്കാക്കി വെക്കാം. കാരണം അവിടെ മുകളിൽ വെളിച്ചം വരുന്നതിൻ്റെ സോഴ്സ് കുറവാണ്. കാരണം അവിടെ പുല്ല് കിടക്കുന്നതിനെ കൊണ്ട് തന്നെ അതിൻ്റെ വെളിച്ചത്തിൻ്റെ അളവ് ലേശം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളിങ്ങനെ മത്സരത്തിനൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഡാർക്കായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സാധാരണ ഒരു ചിത്രം വരയ്ക്കുന്നേരം അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കുറച്ച് ഡാർക്കാക്കിയിട്ട് അവിടെ അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മളതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. തുണി വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് ടോണ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തുണീൻ്റെ ചുളിവുകൾ, അതിൻ്റെ ഹൈലൈറ്റ്, അതിൻ്റെ എങ്ങനെയാണ് വരാൻ സാധ്യത എന്നുള്ളത്, അതിൻ്റെ മടക്കുകൾ കാണിക്കാൻ പറ്റണം. അതൊക്കെ നമ്മളത് വൈറ്റ് ഒഴിവാക്കിയിടേണ്ട ഭാഗത്ത് കൃത്യമായിട്ട് വൈറ്റ് ഒഴിവാക്കിയിടുകയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ കളർ ചെയ്യുകയും ചെയ്യാം. ഇത് നമുക്ക് ചിത്രത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും.
ഇപ്പോൾ ബ്ലൗസിൻ്റെ കളറാണ് ചെയ്യുന്നത്. ക്രിംസൺ റെഡ് അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് മിക്സ് ചെയ്തിട്ടൊന്നുമില്ല, നേരെ കളർ എടുത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ടോൺ വരുമ്പോൾ കുറച്ച് ബ്ലൂ ഒക്കെ മിക്സ് ചെയ്ത് അതിനെ കുറച്ചൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് ആക്കുകയും അതിൻ്റെ ഷെയ്ഡൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്കാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വെക്കുന്ന ടോണിൽ വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല, നേരെ നമ്മൾ ആ ക്രിംസൺ റെഡ് നേരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ക്ലോത്ത് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വൈറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഭാഗം കൃത്യമായിട്ട് വൈറ്റ് ഒഴിവാക്കിയിടുക. അതിൻ്റെ ഷെയ്ഡ് അതുപോലെ ഡാർക്ക് വരുന്ന ഭാഗങ്ങളിലേക്ക് മാത്രം ഡാർക്ക് വെക്കുകയും ബാക്കിയുള്ളത് ലൈറ്റായിട്ട് തന്നെ വെക്കുകയും ചെയ്യുക. പരമാവധി ലൈറ്റ് ഉണ്ടാകുമ്പോഴാണ് ചിത്രത്തിന് ബ്രൈറ്റായിട്ട് കിടക്കുക. കാരണം നമ്മൾ ഒരുപാട് ഏരിയയിൽ മുഴുവനായിട്ടും കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ ഭംഗിയുണ്ടാവില്ല. കാരണം ലൈറ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റിൻ്റെ സാന്നിധ്യം കൂടിയേ തീരും. അപ്പോൾ നമുക്ക് ഹൈലൈറ്റ് മിക്ക ഇടങ്ങളിലും കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ഒഴിവാക്കിയിടേണ്ടതാണ്. കാരണം മറ്റ് മീഡിയങ്ങൾ ചെയ്യുന്ന പോലെ നമുക്ക് പിന്നീട് വൈറ്റ് വെക്കാം എന്ന് വിചാരിച്ചാൽ വാട്ടർ കളറിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വൈറ്റ് വെക്കേണ്ട ഭാഗങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ച് ആ വൈറ്റ് കൃത്യമായി ഒഴിവാക്കിയിടുകയും അതിനെ കീപ്പ് ചെയ്ത് പോവുകയും അവസാനം നമുക്ക് ആ വൈറ്റ് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ വൈറ്റിനെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഒഴിവാക്കാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് പറ്റുമെങ്കിലും അത് പിന്നീട് വൈറ്റ് വെക്കാമെന്ന് കരുതുന്ന സമയത്ത് നമുക്കത് പ്രാക്ടിക്കലായിട്ട് വെക്കാനാവില്ല. പിന്നെ പല മെത്തേഡുകൾ വേറെ ഉണ്ട് വൈറ്റ് വെക്കാൻ വേണ്ടി. അത് പക്ഷേ ഒരു മത്സരത്തിൻ്റെ രീതിക്ക് ആ വൈറ്റ് അങ്ങനെ ഉപയോഗിക്കുന്നത് മൈനസായിട്ട് വരും. അതുകൊണ്ട് ആ രീതിയിലേക്ക് വൈറ്റ് യൂസ് ചെയ്യുന്നത്, വൈറ്റ് പെൻസില് അതുപോലെ വൈറ്റ് കളറ് ബ്ലാക്ക് കളറ് ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഒഴിവാക്കുന്നത് നല്ലതാണെന്നല്ല, ഒഴിവാക്കണം. നമുക്ക് ആ ബ്ലാക്കിന് ബദൽ നമുക്ക് ആ മുടിക്ക് ചെയ്യുന്നത് കുറച്ച് ബ്രൗണാണ്. അപ്പം കുറച്ചുകൂടി ബ്ലൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിനോട് അടുത്ത കളർ വരും. അപ്പം ബ്ലാക്കിന് ബദൽ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലുള്ള ഓപ്പോസിറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ഡാർക്ക് കളർ ഉണ്ടാക്കുകയും ആ ഡാർക്ക് കളറാണ് നമ്മൾ ബ്ലാക്കിന് ബദൽ അപ്ലൈ ചെയ്യുന്നത്. വൈറ്റിന് ബദൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വൈറ്റിന് ബദൽ ഉപയോഗിക്കുന്നത് പേപ്പർ വൈറ്റ് തന്നെ ഒഴിച്ചിടുകയും നമ്മൾ കളറിൻ്റെ ഉള്ളിലൂടെ കാണുന്ന ആ ഒരു വൈറ്റാണ് നമ്മൾ ഈ വാട്ടർ കളറിലെ വൈറ്റ് കളർ എന്ന് പറയുന്നത്. പ്രത്യേകം കളറുകൾ വൈറ്റ് കളർ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കണ്ണ് പുരികങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രമേ ചെയ്യാവൂ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ ആ ഭാഗം കൃത്യമായി ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് തെറ്റിപ്പോവോ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ കലങ്ങിപ്പോവോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് ചെയ്ത് വെച്ച് ഉണങ്ങാനുള്ള സമയം കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ പോയി ചെയ്തിട്ട് വരിക. അതിന് ശേഷം മാത്രം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോയാൽ മതി. കാരണം ഇപ്പോൾ ഇതൊരു ഫിഗർ മാത്രം വരയ്ക്കുന്നതിനെ കൊണ്ടാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഉണങ്ങിയതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സാധാരണ മത്സരത്തിന് ബാക്കി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയം കൂടി നമുക്ക് അതിനെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തി ബാക്ക്ഗ്രൗണ്ടും ഫിഗറും മാറി മാറി ചെയ്തുകൊണ്ട് വരിക.
അപ്പോൾ അവരെ വസ്ത്രത്തിൻ്റെ ബ്ലൗസിൻ്റെ സെക്കൻഡ് ടോണാണ് വെക്കുന്നത്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ കൈയിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഒരു ചെറിയൊരു ഹൈലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ടാവും. അത് കൃത്യമായിട്ട് അത് ഒഴിവാക്കിയിട്ടതാണ്. കാരണം ആ ഗ്യാപ്പിലൂടെ വെളിച്ചം അവിടെ തട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നലാണ് അത് ഒഴിവാക്കുന്നത്. നമ്മളിത് മെമ്മറിയിലാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് വെളിച്ചത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണ് വെളിച്ചം ഒഴിവാക്കി വെക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് റെഫറൻസ് പിക്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് മെമ്മറിയിൽ നിന്ന് തന്നെ നമ്മൾ വൈറ്റ് ഒഴിവാക്കിയിടേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ തന്നെ കണക്കാക്കി ആ രീതിയിൽ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡാർക്ക് ലൈൻസ്, അത് ലൈൻസാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരിക്കലും ഇടാൻ പാടില്ല. നമ്മൾ ചില ഭാഗങ്ങളുടെ ഡാർക്ക് നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനൊക്കെ കുറച്ച് ഡാർക്ക് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പം ലൈൻസ് പോലെ ആയി പോകാൻ പാടില്ല. ചില ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ടച്ച് ചെയ്ത് വരിക. നേരത്തെ ബ്ലൗസിന് ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ആ സാരീൻ്റെ ഡാർക്ക് കളറ് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ചുളിവുകളൊക്കെ കൃത്യമായിട്ട് കാണണം. അത് ചിത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്ന ഒരു കാര്യമാണ് ആ ചുളിവുകൾ കാണിക്കുക എന്നുള്ളത്. ആ മടക്കി വെച്ച ആ സാരിയുടെ തുമ്പ് കാണിക്കുക എന്നുള്ളത് അതിനെ ഭംഗി കൂട്ടുന്നൊരു കാര്യമാണ്. അതുകൊണ്ടത് കൃത്യമായിട്ട് തന്നെ നല്ല വൃത്തിക്ക് ചെയ്യാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ ടച്ചാണ്. അത് ഏറ്റവും ഡാർക്ക് വേണ്ട ഭാഗങ്ങളിലൊക്കെ ഡാർക്കുകൾ മെല്ലെ മെല്ലെ വെച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് ചിത്രം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ടോട്ടൽ ചിത്രം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഡെപ്ത് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുക, ഇതുപോലെ ഡെപ്ത് കൂട്ടി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ചിത്രത്തിന് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലാണത് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യമേ അത് ചെയ്ത് വെക്കരുത്. നമ്മളിപ്പോൾ ഈ ഫിഗർ മാത്രം ആണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫിനിഷ് ചെയ്യേണ്ട ഭാഗങ്ങൾ, അങ്ങനെയുള്ള ചില ഫൈനൽ ടച്ചുകൾ നമ്മൾ ഏതാണ്ട് ചിത്രം ഓവറോൾ തീർന്നു കഴിഞ്ഞാൽ മാത്രം അതിലേക്കൊക്കെ നിൽക്കുക.
നമ്മൾ ആ പുല്ലിൻ്റെ കെട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അത് കുറച്ച് ബേർഡ് സീന, കുറച്ച് യെല്ലോ കളറിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡാണ് നമ്മളതിൻ്റെ അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഷെയ്ഡ് ചെയ്തത്. അടിഭാഗത്ത് കുറച്ച് കൂടുതൽ ഏരിയ ഷെയ്ഡ് ചെയ്യുകയും ബാക്കി മുകളിലോട്ട് അതിൻ്റെ ലെയർ കാണിക്കാൻ വേണ്ടി ചില വരകൾ, ആ വരകൾ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് ഇടണം. ആ പുല്ല് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ആ വരകൾ ഇട്ട് വരണം. അത് വളരെ ശ്രദ്ധിക്കണം. അത് നേരെ ആയി പോയി കഴിഞ്ഞാൽ, ആ വരകളൊക്കെ നേരെ വരച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ഫീലിലേക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച്, അത് പുല്ലാണ് നമ്മൾ വരയ്ക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് വരയ്ക്കണം. ഇപ്പോൾ ഈ ഫിഗറിൻ്റെ പെയിൻറ്റിങ് ഏതാണ്ട് ഫിനിഷായി. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഒരു ഗ്രീനാണ് ഞാൻ വാഷ് ചെയ്ത് വെക്കുന്നത്. ആ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആ ഹൈലൈറ്റ് ഒഴിവാക്കിയിട്ട ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് തെളിയാൻ തുടങ്ങുന്നത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് കൂടി വെക്കുമ്പോഴാണ്. അത് നിങ്ങൾക്ക് നേരത്തെ ഒരു വീട് വരച്ച സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഴിവാക്കിയിട്ട വൈറ്റുകളൊക്കെ തെളിഞ്ഞ് കാണാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കളർ വാഷ് ചെയ്ത് വരുന്ന സമയത്താണ്. അത് കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങുക. അപ്പോൾ കൃത്യമായി വൈറ്റ് ഒഴിവാക്കിയിടേണ്ട ഭാഗങ്ങൾ വൈറ്റ് ഒഴിവാക്കിയിടുക. എപ്പോഴാണ് ചിത്രത്തിന് ഡെപ്ത് ഉണ്ടാവുക. എന്നാലേ ഡാർക്ക് വെച്ച് കഴിഞ്ഞാൽ ഡാർക്കാണെന്നും ലൈറ്റ് ആൻഡ് ഷെയ്ഡാണെന്നൊക്കെ മനസ്സിലാവുന്നുള്ളൂ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്തത് നിങ്ങളാരും ശ്രദ്ധിക്കേണ്ട. അത് ഞാൻ വെറുതെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അത് ഞാൻ ജസ്റ്റ് ആ ചിത്രത്തിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം, അതുപോലെ ബാക്കിലൊരു കുറച്ച് പുല്ലുണ്ട് എന്നൊക്കെ തോന്നുന്ന രീതിയിലൊരു വാട്ടർ കളറിൻ്റെ സ്ട്രോക്കാണ് ഇടുന്നത്. അത് നിങ്ങളിപ്പോൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ട് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്ത് നോക്കാം. പക്ഷെ അത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ നമുക്ക് ചെയ്യാനുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഏതാണ്ട് കംപ്ലീറ്റായി. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സംശയങ്ങൾ ചോദിക്കുക, എല്ലാം തന്നെ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.